ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സെർമൺ അറ്റ് ബനാറസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഗൗതമ ബുദ്ധ began life as a prince named Siddhartha Gautama in northern India. At 12, he was sent away for schooling in the Delhi sacred scriptures, and 4 years later he returned home to marry a princess. They had a son and lived for 10 years as befitted royalty. At about the age of 25, the prince, heretofore shielded from the sufferings of world, while out hunting, chanced upon a sick man, then an aged man, then a funeral procession, and finally a monk begging for alms. These sights so moved him that he at once went out into the world to seek enlightenment concerning the sorrows he had witnessed. He wandered for 7 years and finally sat down under a peepal tree, where he vowed to stay until enlightenment came. Enlightened after 7 days, he renamed the tree the Bodhi tree, tree of wisdom, and began to teach and to share his new understandings. At that point, he became known as the Buddha. The Buddha preached his first sermon at the city of Benares, most holy of the dipping places on the river Ganges. That sermon has been preserved and is given here. It reflects the Buddha's wisdom about one instructable kind of suffering. അപ്പോൾ ഗൗതമ ബുദ്ധ എന്താണ് സിദ്ധാർത്ഥ ഗൗതമ എന്ന് പറയുന്ന ഒരു രാജകുമാരനായിരുന്നു. നോർത്തേൺ ഇന്ത്യയിൽ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഏകദേശം 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം സ്കൂളിങ്ങിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തിരിച്ചു വന്ന് 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് വിവാഹിതനായി 10 വർഷം അങ്ങനെ ജീവിച്ചു. ഒരു മകനുണ്ടായിരുന്നു. 25 വയസ്സായപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, അതായത് ഹണ്ടിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് കാഴ്ചകളുണ്ട്. ആദ്യം ഒരു വയ്യാത്തൊരു മനുഷ്യനെയും, പിന്നെ ഒരു വയസ്സായ മനുഷ്യനെയും, പിന്നെ ഒരു ശവസംസ്കാരവും, അതുപോലെ തന്നെ അതിനുശേഷം ഒരു സന്യാസി ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്നതുമൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ലോകത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ മനസ്സിലായി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? എൻലൈറ്റ്മെൻറ്റിന് വേണ്ടി, ബോധോദയത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കൊട്ടാരങ്ങൾ എല്ലാം വിട്ടിറങ്ങി 7 വർഷത്തെ യാത്രകൾക്കൊടുവിൽ അദ്ദേഹം ഒരു പീപ്പിൾ ട്രീയുടെ ചുവട്ടിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നു, ഇനി എൻലൈറ്റ്മെൻറ്റ് വന്നതിന് ശേഷം മാത്രമേ, ബോധോദയം ഉണ്ടായതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിന്ന് മാറുകയുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ 7 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുന്നു. ആ ട്രീയെ അദ്ദേഹം, ആ മരത്തെ അദ്ദേഹം ബോധിമരം എന്ന് വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ അറിവുകളൊക്കെ ഷെയർ ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ബുദ്ധ എന്ന പേര് ലഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെർമൺ, അല്ലെങ്കിൽ ഫസ്റ്റ് റിലീജിയസ് ടോക്ക്, അല്ലെങ്കിൽ മോറൽ ടോക്ക് നടത്തുന്നത് എവിടെയാണ്? നമ്മുടെ ബനാറസ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. അപ്പോൾ ബനാറസ് എന്ന് പറയുന്ന വളരെ പുണ്യമായ ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെയാണ് ആൾക്കാർ ഇങ്ങനെ വന്ന് ഗംഗയിൽ മുങ്ങുന്നതുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് തൻ്റെ ആദ്യത്തെ മോറൽ ടോക്ക് അദ്ദേഹം പറയാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ചെന്ന് എന്താണ് സംസാരിച്ചത്? ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ ഉള്ള സഫറിങ്ങിനെ പറ്റിയാണ് അദ്ദേഹം അവിടെ സംസാരിക്കാൻ ശ്രമിച്ചത്. കിസ ഗൗതമി had an only son, and he died. In her grief, she carried the dead child to all her neighbors, asking them for medicine. And the people said, "She has lost her senses. The boy is dead." At length, Kisa Gautami met a man who replied to her request, "I cannot give thee medicine for thy child, but I know a physician who can." And the girl said, "Pray tell me, sir, who is it?" And the man replied, "Go to Sakyamuni, the Buddha." Kisa Gautami repaired to the Buddha and cried, "Lord and Master, give me the medicine that will cure my boy." The Buddha answered, "I want a handful of mustard seed." And when the girl, in her joy, promised to procure it, the Buddha added, "The mustard seed must be taken from a house where no one has lost a child, husband, parent, or friend."
Poor Kisagodami now went from house to house, and the people pitied her and said, "Here is mustard seed, take it." But when she asked, "Did a son or daughter, a father or mother die in your family?" they answered, "Alas, the living are few, but the dead are many." Do not remind us of our deepest grief, and there was no house but some beloved one had died in it. Kisagodami became weary and hopeless, and sat down at the wayside watching the lights of the city. As they flickered up and were extinguished again, at last the darkness of the night reigned everywhere, and she considered the fate of men, that their life flicker up and are extinguished again. And she thought to herself, "How selfish am I in my grief! Death is common to all. Yet in this valley of desolation there is a path that leads him to immortality, who has surrendered all selfishness." The Buddha said, "The life of mortals in this world is troubled and grief combined with pain, for there is not any means by which those that have been born can avoid dying. After reaching old age, there is death. Of such a nature are living beings. As ripe fruits are early in danger of falling, so mortals, when born, are always in danger of death. As all earthen vessels made by the potter end in being broken, so is the life of mortals, both young and adult, both those who are fools and those who are wise. All fall into the power of death. All are subject to death." അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബുദ്ധയുടെ എന്താണ് ആ ടോക്കാണ് പറയുന്നത്, അദ്ദേഹം സംസാരിച്ച ശകലമാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, കിസാഗൗതമി എന്നാണ് അവരുടെ പേര്. അവർക്കൊരു മകനുണ്ടായിരുന്നു, ആ മകൻ മരിച്ചുപോയി. അപ്പോൾ ഈ മകനെയും കൊണ്ട് അവർ കരഞ്ഞുകൊണ്ട് എല്ലാ വീടുകളിലും ചെന്ന് തിരക്കിയാണ് എന്താണ് മകൻ്റെ അസുഖം മാറ്റാനുള്ള മരുന്നാണ് ഇവർ അന്വേഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്, അവർക്ക് അവരുടെ സെൻസ് നഷ്ടമായി, കാരണം ഈ കുട്ടി മരണപ്പെട്ടു, ഇനി അത് അവനെ ചികിത്സിച്ച് സുഖപ്പെടുത്താനാവില്ല. അപ്പോൾ അതിനുശേഷം ഒരാളുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കിസാഗൗതമി മരുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, "എൻ്റെ കയ്യിൽ ഈ കുട്ടിയെ ചികിത്സിക്കാനുള്ള മരുന്നൊന്നുമില്ല, പക്ഷേ എനിക്കൊരു ഫിസീഷ്യനെ, ഒരു വൈദ്യനെ അറിയാം, ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞു തരാമെന്ന് പറയുന്നു." അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുന്നു, ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ മാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് സഖ്യമുനിയാണ്, ദ ബുദ്ധ, ബോധോദയമുണ്ടായ സഖ്യമുനിയാണത് എന്ന് പറയുന്നു. അപ്പോൾ കിസാഗൗതമി ബുദ്ധയുടെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട് ആവശ്യം പറയുന്നു. അപ്പോൾ ബുദ്ധ പറയുന്നു, "എനിക്ക് ആകെ വേണ്ടത് കൈ നിറച്ച് കടുക് മാത്രമാണ്, ഒരു കൈ നിറച്ച് കടുക് കൊണ്ടുവരണം, എന്നാൽ മാത്രമേ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ" എന്ന് പറയുന്നു. എന്നിട്ട് സന്തോഷത്തോടു കൂടി അവർ സമ്മതിക്കുന്നു. അപ്പോഴത്തേക്കും കിസാഗൗതമിയുടെ അടുത്ത് നമ്മുടെ ബുദ്ധ അല്ലെങ്കിൽ സഖ്യമുനി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്, ആ കടുക് കൊണ്ടുവരുന്ന ആ വീട്ടിൽ നിന്നും അവരുടെ സണ്ണോ ഫാദറോ മദറോ അങ്ങനെ ഏതെങ്കിലും ഒരു ബിലോഡ് വൺ, ഫ്രണ്ടോ, അങ്ങനെ ആരും മരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കിസാഗൗതമി എല്ലാവരുടെ വീട്ടിലും ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം സന്തോഷത്തോടു കൂടി ആ കടുകെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും കിസാഗൗതമി ചോദിക്കും, "ഇവിടെ ആരെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും." അപ്പോൾ അവരൊക്കെ തിരിച്ച് പറഞ്ഞത് എന്താണ്, "ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ട്, അതൊന്നും ഇനി ഓർമ്മിപ്പിക്കരുത്, കാരണം നമ്മൾ വീണ്ടും ദുഃഖത്തിൽ ആഴ്ത്തരുത്" എന്നൊക്കെ പറയുകയാണ്. അവസാനം കിസാഗൗതമി സ്വയം തൻ്റെ കാര്യം മനസ്സിലാവും. കാരണം എന്നിട്ട് അവർ രാത്രി ഒരിടത്ത് പോയിരിക്കുകയാണ്, അതായത് അവിടെ ഒരു വഴിവിളക്കുണ്ട്, അത് പെട്ടെന്ന് കത്തും, എന്നിട്ട് വീണ്ടും അതാണയും, വീണ്ടും ആരെങ്കിലും വന്ന് കത്തിക്കും, വീണ്ടും അണയും എന്നങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും മനുഷ്യ ജീവിതം അതുപോലെ തന്നെയാണ്. ഒരു ലൈഫ് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, അണഞ്ഞു പോകും, മരിച്ചു പോകും. അപ്പോൾ താൻ സെൽഫിഷാണ്, ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ലൈഫിലുണ്ടാവും, അത് നാച്ചുറൽ ആണെന്ന് പറയുകയാണ്. ഡെത്ത് ഈസ് കോമൺ ടു ഓൾ എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം ബുദ്ധ പറയുന്നുണ്ട് എന്താണ്, എല്ലാ ജീവനുള്ള സംഭവങ്ങളും മരിച്ചു പോകും, കാരണം ജനിച്ചാൽ ഒരിക്കൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് മരണം. ഇപ്പോൾ നമ്മുടെ റൈപ്പ് ഫ്രൂട്ട്സ്, അതായത് ആദ്യം വരുന്ന പഴങ്ങൾ പെട്ടെന്ന് വീഴാൻ സാധ്യതയുണ്ട്, കാരണം അത് അപ്പോൾ ജനിച്ചതേ ഉള്ളൂ. അതുപോലെയാണ് കൊച്ചു കുട്ടികളും, അവർ മരണത്തിന് പെട്ടെന്ന് കീഴടങ്ങാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പവർ ഓഫ് ഡെത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. Of those who overcome by death depart from life, a father cannot save his son, no kinsmen their relations mark, while relatives are looking on and lamenting deeply. One by one mortals are carried off like an ox that is led to the slaughter. So the world is afflicted with death and decay. Therefore the wise do not grieve, knowing the terms of the world. അപ്പോൾ എന്താണ് പറയുന്നത്? ഡെത്ത് എന്ന് പറയുന്ന ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റാവുന്ന കാര്യമല്ല. ഒരു ഫാദറിന് പോലും ഒരു സണ്ണിനെ ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കശാപ്പുകാരൻ തൻ്റെ അറവമാടുകളെ ഒരു സ്ലോട്ടർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന കണക്കാണ് ഈ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കൽ തീർച്ചയാണ്. എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യും? ഡെത്താവും, ഡീക്കേയും ചെയ്യും. അത് അറിയാവുന്ന ആൾ, അത് വയസ്സായ ആൾക്കാർ എന്ത് ചെയ്യും? വയസ്സെന്ന് വെച്ചാൽ ബുദ്ധി ഉള്ള ആൾക്കാരെന്ത് ചെയ്യും? അതിൽ ദുഃഖിക്കില്ല. കാരണം എന്ന് പറയുന്നത് അത് ലോകത്തിൻ്റെ ന്യായമാണ്, നീതിയാണ്. Not from weeping nor from grieving will anyone obtain peace of mind. On the contrary, his pain will be the greater and his body will suffer. He will make himself sick and pale, yet the dead are not saved by his lamentation. He who seeks peace should draw out the arrow of lamentation and complain and grief. He who has drawn out the arrow and has become composed will obtain peace of mind. He who has overcome all sorrows will become free from sorrow and be blessed. അപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടോ ദുഃഖിച്ചുകൊണ്ടോ ഒന്നും ഒരു സംഭവം മാറാൻ പോകുന്നില്ല. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ അത് ബാധിക്കുകയുള്ളൂ, അല്ലാതെ ഒരു ചേഞ്ച് ഉണ്ടാകാൻ പറ്റത്തില്ല. അതായത് മരിച്ച ആൾ വീണ്ടും തിരിച്ചു വരത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ ദുഃഖങ്ങളും ഓവർകം ചെയ്ത ആളാണെങ്കിൽ നമ്മളെന്താണ്? ദുഃഖത്തിൽ നിന്ന് മുക്തനാണ്. നമ്മൾ എന്ത് വന്നാലും നമ്മൾ ദുഃഖിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ബ്ലെസ്ഡ് എന്നാണ് ബുദ്ധ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, ആ മോറൽ ടോക്കിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.